നോക്കി നമുക്ക് ഇന്നെന്ന് പറയുമ്പോൾ മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാമേ. നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന എക്സാംസിന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പുറകോട്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ കഴിഞ്ഞ ഫെബ്രുവരി 17 നടന്ന ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 025/2024. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള മാത്സിന്റെ 10 ക്വസ്റ്റ്യനും അതെങ്ങനെ ചെയ്തു അതിന്റെ ജസ്റ്റ് കുറെ കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കി ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ 52ാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നോക്കി ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള 28 ക്യൂബ് പ്ലസ് -15 ഹോൾ ക്യൂബ് പ്ലസ് -13 ഹോൾ ക്യൂബ്, ഇതിന്റെ ആൻസർ എത്രയാണെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. എന്താണ് 28 ഹോൾ ക്യൂബ് പ്ലസ് -15 ഹോൾ ക്യൂബ് പ്ലസ് -13 ഹോൾ ക്യൂബിന്റെ എന്താണ് വാല്യൂ ആണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBSEയുടെ എന്താണ് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ആണ് പോളിനോമിയൽസ്. ആ പോളിനോമിയൽസിനകത്ത് എനിക്ക് തോന്നുന്നു 4.1 അതാന്ന് തോന്നുന്നു എക്സസൈസിനകത്ത് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ഇത് ഡയറക്റ്റ് NCERTക്കാന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ചെയ്യുന്നറിയാം. ഇത് സിംപ്ലിഫിക്കേഷൻ ചെയ്യാമല്ലാതെ നമുക്കിപ്പോൾ പറഞ്ഞ ഐഡന്റിറ്റി വെച്ച് ചെയ്യാം. അത് ചെയ്യണ്ട. അതല്ലാതെ നമുക്കിപ്പോൾ നോക്കി ഒരു ഐഡന്റിറ്റി ഉണ്ട് പോളിനോമിയൽ. അത് നോക്കിയിരിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞേക്കാം. ഈ പറഞ്ഞിട്ടുള്ള A ക്യൂബ് പ്ലസ് B ക്യൂബ് പ്ലസ് C ക്യൂബിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3ABC ആയിരിക്കും. എപ്പോഴാണെന്നറിയാമോ? ഈ പറഞ്ഞിട്ടുള്ള A പ്ലസ് B പ്ലസ് C ചെയ്യുമ്പം 0 ആയി കഴിഞ്ഞാൽ A ക്യൂബ് പ്ലസ് B ക്യൂബ് പ്ലസ് C ക്യൂബിന്റെ വാല്യൂ പറഞ്ഞാൽ എന്തായിരിക്കും? 3ABC ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയതാണ് ഐഡന്റിറ്റി, മറന്നു പോകരുത്. ഈ പറഞ്ഞിട്ടുള്ള A പ്ലസ് B പ്ലസ് സിയുടെ വാല്യൂ 0 ആകുന്ന കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ A ക്യൂബ് പ്ലസ് B ക്യൂബ് പ്ലസ് C ക്യൂബ് അതായത് എന്തിന് ഈക്വലന്റ് ആയിരിക്കും? 3ABCക്ക് ഈക്വലന്റ് ആയിരിക്കുന്ന ഐഡന്റിറ്റി ഉള്ളതാണ് പോളിനോമിയലിനകത്ത്. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം ഇവിടെ എന്താണ്, ഇവിടുത്തെ A എന്താണ്? ഇത് എളുപ്പം ചെയ്യാവുന്നതാണ്. ഞാനിത് എന്താണ് നമുക്ക് ചെയ്യുന്നതുകൊണ്ട് പതുക്കെ പറയുന്നതാണ് കേട്ടോ. എയുടെ വാല്യൂ 28 ആണ്, ബിയുടെ വാല്യൂ -15 ആണ്, സിയുടെ വാല്യൂ എത്രയാണ്? -13 ആണ് അല്ലേ. ഇത് കൂട്ടി നോക്കി A പ്ലസ് B പ്ലസ് C 15 + 13 28 ആണല്ലേ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതിന്റെ ആൻസർ ഇത് കൂട്ടുമ്പോൾ എന്ത് വരുന്നത്? നമുക്ക് 0 വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് യൂസ് ചെയ്യാം? നമ്മൾ ഈ പറഞ്ഞ ഐഡന്റിറ്റി ഇവിടെ യൂസ് ചെയ്താൽ ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ നോക്കി എന്താ വരുന്നത്? ഇവിടെ എന്ത് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും? 3 × എയുടെ വാല്യൂ എത്രയാണ്? 28 × -15 × -13 ചെയ്യുക കേട്ടോ. ഇതിന് ആൻസർ കിട്ടും. അപ്പൊ നോക്കി എന്താണ് 3 × 28 × -15 × -13 എത്രയാണ്? മൈനസ് വെട്ടിപ്പോയിട്ട് പ്ലസ് ആകും. 15 × 13 ചെയ്യുക കേട്ടോ. 16380 എന്നാണ് കേട്ടോ. 16380 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? എങ്ങനെയാണ് ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനത്തെ സംഭവങ്ങൾ ചോദിക്കാറുള്ളതാണ്. ഈ പറഞ്ഞിട്ടുള്ള CGLലും അങ്ങനത്തെ എക്സാംസ് മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറയുമ്പോൾ പോളിനോമിയലിനകത്തുള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. A പ്ലസ് B പ്ലസ് C 3 സംഖ്യകൾ കൂട്ടുമ്പോൾ ഈക്വൽ ടു 0 ആണ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ക്യൂബ് എടുക്കുമ്പോൾ അതിന്റെ ആൻസർ എന്തായിരിക്കും? 3 × A × B × C ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തതാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇത് വേറെ ക്വസ്റ്റ്യൻ നോക്കി, ഇതിന്റെ ആൻസർ എത്രയാണ്? അപ്പൊ നോക്കി നമ്മൾ സെയിം ഐഡന്റിറ്റി ചെക്ക് ചെയ്യുക കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ പറഞ്ഞു A പ്ലസ് B പ്ലസ് സിയുടെ വാല്യൂ 0 ആണോ നോക്കുക. ആണോ നോക്കി. A എത്രയാണ്? -12 ആണ്. B എത്രയാണ്? 7 ആണ്. C എത്രയാണ്? 5 ആണ് അല്ലേ. 7 × 5 12 ആണ്. 12 - 12 0 ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഐഡന്റിറ്റി ഇവിടെ യൂസ് ചെയ്യാൻ നോക്കുക അല്ലേ. അപ്പൊ നമുക്ക് എന്തോ ചെയ്യാം? ഇതിന്റെ വാല്യൂ എന്തിന് ഈക്വലന്റ് ആണ്? 3ABCക്ക് ഈക്വൽ ആണ് അല്ലേ. അപ്പൊ എന്ത് വരും? 3 × എത്രയാണ്? 12 × 7 × 5 എന്നാണ് അല്ലേ. നമുക്കറിയാം 7 × 3 21 × 60 ചെയ്യുക. ഇതിന് ആൻസർ കിട്ടും കേട്ടോ. 21 × 60 എത്ര വരുന്നത്? ഇവിടെ 0 വരും. 1 6 12 1260 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? 1260 ആണ് ആൻസർ. ക്ലിയർ ആണോ? മനസ്സിലായല്ലോ അല്ലേ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമേ. ക്വസ്റ്റ്യൻ നമ്പർ 54 ആണ്. നമുക്ക് 51ഉം 53ഉം പിന്നെ ചെയ്യാം. അത് മെൻസുറേഷൻ ഒരു സെക്ഷൻ എന്നുള്ളതാണ്. ട്രയാങ്കിളിന്റെ സ്ഫിയറിന്റെ കേസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 54 ആണ്. ഇത് സിംപ്ലിഫിക്കേഷൻ അകത്ത് വരുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള എന്താണ്? എക്സ്പോണൻസ്, സേർഡ്സ് ആൻഡ് എക്സ്പോണൻസ് ഒരു കേസ് ഒരു സെക്ഷൻ നമുക്ക് ആപ്റ്റിറ്റ്യൂഡിനകത്ത് പഠിക്കാനുള്ളതാണ്. അപ്പൊ അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ഇതാണ് ക്വസ്റ്റ്യൻ. 0.04 the whole raised to -1.5ന്റെ ആൻസർ എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ നമുക്ക് ട്രിക്ക് വെച്ചൊക്കെ അതൊക്കെ ചെയ്യാം. ഞാൻ ട്രിക്ക് ലാസ്റ്റേ പറഞ്ഞു കൊടുക്കാം. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം കൂടെ ട്രിക്ക് ഇട്ട് ചെയ്യാൻ പോയാൽ
എന്താ എല്ലാം കൂടെ മറന്നു പോകും, അതുകൊണ്ടാണ് ട്രിക്ക് പറയാത്ത. നമുക്ക് ചിലതിനകത്തൊക്കെ ട്രിക്ക് ഇട്ട് പറയാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അറിയോ? ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചു തരാം. എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയുള്ള നമുക്കറിയാം എന്താണ് a⁻m × a⁻n എന്ന് പറഞ്ഞാൽ എന്താണ് a⁻m + n ആണ്. ഒന്നുമില്ല, ഒരു സെയിം സംഖ്യയുടെ 2 പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് അതിന് ആൻസർ വരുന്നത്. അതേ സെയിം സംഖ്യയെ പവർ തമ്മിൽ ആഡ് ചെയ്ത് വരും. ക്ലിയർ ആണ്? അതാണ് ഈ പറഞ്ഞ a⁻m × a⁻n എന്നാൽ എന്താണ് a⁻m + n ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ സംഖ്യയെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നോക്കി എങ്ങനെ എഴുതാം? നമുക്ക് ഇവിടെ -1.5 ആ വരേണ്ടതല്ല. നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? -1 + -0.5 എത്ര തന്നെയാണ് വരുന്നത്? -1.5 അല്ലേ? അപ്പൊ ഇതെങ്ങനെ എഴുതാൻ നോക്കി? ഈ പറഞ്ഞിട്ടുള്ള 0.04 raised to -1 into എത്രയാണ്? 0.04 raised to -0.5 എന്നാണ്. മനസ്സിലായോ? ഇത് സിമ്പിൾ ആണ്. അപ്പൊ നോക്കി ഇത് എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം, ഞാൻ എപ്പോഴും ഒരു ക്ലാസ് എത്തുമ്പോൾ പറഞ്ഞാണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള a⁻−1 എന്നുള്ളൊരു സംഭവം, ഒരു നമ്പർ raised to -1 എന്ന് പറയുമ്പോൾ എന്തിന് ഈക്വൽ ആണ്? ഈ പറഞ്ഞ 1/8 ഈക്വൽ ആണ്. ഒരു സംഖ്യയെ ഒരു ഫ്രാക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നാലും ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുവന്നാലും എന്ത് ചെയ്യും? അതിന്റെ പവറിന്റെ സിമ്പിൾ ചേഞ്ച് ആവും. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള a എന്നുള്ളൊരു ഫോർ എക്സാമ്പിൾ 2 എന്നൊരു നമ്പർ, ഞാൻ ഇവിടെ 2 എന്നൊരു നമ്പർ എഴുതുകയാണ്. ഈ 2 എന്നൊരു നമ്പർ എന്തിന് ഈക്വൽ ആണ്? 1/2 ഈക്വൽ ആണ്. 1/2 raised to -1 ഈക്വൽ ആണ് 2 എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? 2 എന്നുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ താഴെ പോകുമ്പോൾ 1/2 raised to 1 ഈക്വൽ ആണ്. കാര്യം 1/2 raised to 1 എന്ന് പറഞ്ഞാൽ ഈ 2ന്റെ -1 എന്നുള്ള പവർ ന്യൂമറേറ്ററിൽ പോകുമ്പോൾ എന്തായി പോകും? 2 ആയി പോകും. അപ്പൊ അതുപോലെ ഇത് നോക്കി എങ്ങനെ ഇടാം? നോക്കി ഇത് എന്തിന് ഈക്വൽ ആണ്? 1/0.04 ഈക്വൽ ആണ് ഇത്. ഇനി ഇത് എന്തിന് ഈക്വൽ ആണ്? 1/0.04 the whole raised to 1/2 അല്ലേ? 0.5 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? അപ്പൊ ഈ പറഞ്ഞ -1/2 താഴെ വരുമ്പോൾ എന്തായി പോകും? +1/2 ആകുമല്ലോ. ഇത് സിമ്പിൾ ആണ്. നോക്കി നമുക്കറിയാം, ഞാൻ അത് നോർമലൈസ് ചെയ്യുന്നത് ഈ പവർ എടുത്ത് ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെ എഴുതാം? 1/4 × 10 raised to -2. കാര്യമൊന്നുമില്ല, ഈ 0.04 മാറ്റാൻ ഞാൻ എന്ത് ചെയ്തു? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതപ്പോൾ എന്ത് ചെയ്യാണ്? അത് കോമ്പൻസേറ്റ് നമ്മൾ എന്ത് ചെയ്യും? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണ് ഈ പറഞ്ഞ 10 raised to -2 എന്ന് എഴുതുന്നത് കേട്ടോ. ഇൻറ്റു എന്താണ്? 4 × 10 raised to -2 the whole raised to 1/2 എന്നാണ് അല്ലേ? ഹോൾ raised to 1/2 എന്നാൽ റൂട്ടിന് ഈക്വലന്റ് ആണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഞാൻ പറഞ്ഞാണിത്? നമുക്കറിയാം, ഈ പറഞ്ഞ 4 × 10 raised to -2 എന്നാണ് അല്ലേ? 10 raised to -2 അങ്ങനെ എഴുതാം. 1/4 × 10 raised to -2 ഇൻറ്റു എത്ര നമുക്കറിയാം? 4ന്റെ റൂട്ട് എത്രയാണ്? √4 എത്രയാണ്? √4ന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഇനി 10 raised to -2 the whole raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംഭവം അറിയാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പം 10 raised to -2 the whole raised to 1/2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവം a⁻m the whole raised to n ഒരു ഐഡന്റിറ്റി ഉള്ളതാണ്. എന്താണ്? a⁻m the whole raised to എന്ന സംഭവമാണ്. ആൻസർ എത്രയാണ്? a⁻m × n ആണ്. അപ്പൊ ഈ പറഞ്ഞ 10 raised to -2 the whole raised to 1/2 എന്നാൽ എന്തിന് ഈക്വലന്റ് ആണ്? 10 raised to -2 × 1/2 ഈക്വൽ ആണ് അല്ലേ? -2 ന് 1/2 എത്രയാണ്? -2 × 1/2 എന്നാൽ എത്രയാണ് ആൻസർ? -1 അല്ലേ? അപ്പൊ ഇത് എന്ത് ഈക്വലന്റ് ആണ്? 10 raised to -1 ഈക്വൽ ആണ് ഈ വാല്യൂ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കി? 10 raised to -2 അടിവശത്തിന് എന്തൊക്കെയുള്ള? അപ്പൊ നോക്കി 1/4 × 2 എത്രയാണ്? 8 ആണ്. 8 × 10 raised to -2 × 10 raised to -1 ആണ് അല്ലേ? അത് എന്തിന് ഈക്വലന്റ് ആണ്? 10 raised to -3 ഈക്വൽ ആണ്. ഞാൻ ഇനി എന്ത് ചെയ്യാണ്? ഇതിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകണം. അപ്പൊ എന്ത് പറ്റും? 10 raised to 3 അല്ലെ? വെച്ചാൽ എന്തിന് ഈക്വൽ ആണ്? 1000ന് ഈക്വൽ ആണ്. ഡിവൈഡഡ് ബൈ 8 എന്നാണ്. അപ്പൊ എന്ത് വരും ആൻസർ? അപ്പൊ നോക്കിയാൽ നിങ്ങൾ ചെയ്യാം. ഒന്നുമില്ല, 10 × 100 ഡിവൈഡഡ് ബൈ 2 × 4 ചെയ്താൽ മതി. അപ്പൊ എത്ര വരും? 4 ഇതൊരു വെട്ടിക്കളയുമ്പോൾ എത്ര വരും? 25 വരും. ഈ പറഞ്ഞിട്ടുള്ള 2ഉം കളയും വെട്ടുമ്പോൾ 5 വരും. 25 × 5 എത്രയാണ്? 125. ഇതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആണോ?
കേട്ടോ. നോക്കി എന്താ നമ്മൾ ചെയ്തത് ഒന്നുകൂടെ നോക്കി. ഒന്നുമില്ല, 0.04 the whole raised to minus 1.5 ആൻസർ ആണ് വേണ്ടത്. ഞാൻ പറഞ്ഞു a raised to m into a raised to എന്ന് പറഞ്ഞാൽ എന്താണ്? a raised to m plus n എന്ന് വെച്ചാൽ 2 square into 2 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലന്റ് ആണ്? 2 raised to 2 plus 3 2 raised to 5 ഈക്വലന്റ് ആണ്. അതേ സെയിം സംഭവം തന്നെയാണ് ഈ പറഞ്ഞ 0.04 the whole raised to 1.5. അത് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? 0.04 the whole raised to minus 1 into 0.04 the whole raised to minus 0.5 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാര്യം ഈ പറഞ്ഞ 0.04 ഡയറക്റ്റ് ഒക്കെ റൂൾ എടുത്ത് അറിയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാത്തവർക്കൊണ്ട് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള റേസ് ടു -1 അല്ലെങ്കിൽ റേസ് ടു -2, ശരി ഇതേ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതേ സംഭവം തന്നെ ഞാൻ ഇവിടെ -2 എന്ന് പറഞ്ഞാൽ a raised to -2 പറഞ്ഞാൽ എന്തിന് ഈക്വലന്റ് ആണ്? 1/a² ഈക്വലന്റ് ആണ്. നിങ്ങൾ ഏത് പവർ ആണ് വരുന്നുണ്ടെങ്കിലും ന്യൂമറേറ്റർ ടു ഡിനോമിനേറ്ററിന്റെ ട്രാൻസാക്ഷന്റെ സമയത്ത് എന്ത് വരും? അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്? അതിന്റെ സിമ്പിൾ മാറും ഓർത്തിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ 0.04 the whole raised to -1 എന്നുള്ള സംഭവത്തിനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും? ഇത് 0.04 the whole raised to 1 വരും. ഇതും അതുപോലെ തന്നെ ആകും അല്ലേ? നമുക്കിനി അറിയാം 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ റേസ് ടു 1/2 ആണ് എന്തിന് ഈക്വലന്റ് ആണ്? റൂട്ട് സ്ക്വയർ റൂട്ടിന് ഈക്വലന്റ് ആണ് 1/2 the whole raised to 1/2 ആണ് സ്ക്വയർ റൂട്ടിന് ഈക്വലന്റ് ആണ് അല്ലേ? നമുക്കിനി ഇവിടെ എന്താ പറയുക? ഞാനിത് സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ് 10⁻² ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ എടുത്ത് എഴുതുക. ഇനി എന്ത് ചെയ്യാം? നമുക്കറിയാം 4ന്റെ റൂട്ട് 2 ആണ്. 10⁻² the whole raised to 1/2 എന്ന് പറഞ്ഞാൽ എന്തിനാണ്? 10⁻1 തന്നെയാണ് അല്ലേ? അപ്പൊ അങ്ങനെ വരും ഇത് കിട്ടും. ഇനി ഞാനിത് ജസ്റ്റ് ന്യൂമറേറ്ററിൽ കൊണ്ടുപോയിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുന്നുണ്ട്? 125 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഈ പറഞ്ഞ സേർട്സ് ആൻഡ് എക്സ്പോണൻഷ്യൽ ആകുമ്പോൾ ചോദിക്കാൻ സാധ്യത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ പറഞ്ഞ ഈ ഇടയ്ക്ക് കണ്ട ഏതൊരു ക്വസ്റ്റ്യൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടാൽ അപ്പോൾ നോക്കി എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്ത് തന്നെയാണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എക്സ്പോണൻസ് അല്ലെങ്കിൽ പോളിനോമിയൽ സെക്ഷനകത്ത് വരുന്ന ഐഡന്റിറ്റിയുടെ തന്നെ സംഭവമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? 0.6 into 0.06 into 0.06 into 0.06 minus 0.05 into 0.05 into 0.05 whole divided by 0.06 into 0.06 plus 0.05 into 0.06 plus 0.05 into 0.05 എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് സിമ്പിൾ ആണ്, ഐഡന്റിറ്റി അറിയാവുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കിയാൽ നമ്മൾ പറയാണ് ഇത് നമുക്ക് 0.06ന് a എന്ന് എടുക്കാം. 0.06 നമുക്ക് a എന്ന് എടുക്കാം. 0.05 നമുക്ക് b എന്ന്. ഈ രണ്ട് സംഭവത്തുള്ളല്ലോ അല്ലേ? 0.06 0.05 ഉള്ളൂ അല്ലേ? അങ്ങനെ വെച്ചാൽ ഈ എയും ബിയും വെച്ച് നമ്മൾ ഈ സംഭവം മാറ്റിയത് എങ്ങനെ? നമുക്കറിയാം a into a into എന്താണ്? a³ ആണ് അല്ലേ? മൈനസ് b into b into b എന്ന് പറഞ്ഞാൽ എന്താണ്? b³ ആണ്. ഹോൾ ഡിവൈഡ് ബൈ എന്താ വരുന്നത്? a into a എന്താണ്? a² പ്ലസ് a into b ആണ് അല്ലേ? ab പ്ലസ് b². എന്നുവെച്ചാൽ ഇതാണ് കണ്ടുപിടിക്കേണ്ട സംഭവം. നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു ഐഡന്റിറ്റി ആണ് എന്ന് പറയുമ്പോൾ a³ മൈനസ് b³ എന്നുള്ള എന്താണ്? a² പ്ലസ് ab പ്ലസ് b² ഇൻറ്റു a മൈനസ് b എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ a മൈനസ് b എന്നാണ്. നമുക്ക് ഈ പറഞ്ഞ അതൊരു ഐഡന്റിറ്റി ആണ്, അത് ഓർത്തിരിക്കുക. ഒന്നുമില്ല, a³ മൈനസ് b³ എന്ന് പറഞ്ഞാൽ a മൈനസ് b ഇൻറ്റു a² പ്ലസ് b² പ്ലസ് ab എന്നാണ്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടും നമുക്കറിയാം? ഇതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. എയുടെ വാല്യൂ 0.06 ആണ്, ബിയുടെ വാല്യൂ 0.05 ആണ്. ഈ സംഭവത്തിന്റെ ആൻസർ എന്താണ്? a മൈനസ് b ആണ്. 0.06 മൈനസ് 0.05 ആണ് ഇതിന്റെ ആൻസർ. എത്രയാണ് ആൻസർ? 0.01 ആണ് ഇതിന്റെ ആൻസർ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ഇതാണ് അതിന്റെ സൊല്യൂഷൻ. ഒന്നുമില്ല, a³ മൈനസ് b³ ഡിവൈഡ് ബൈ a² പ്ലസ് ab പ്ലസ് b² എന്നാൽ എന്താണ്? a മൈനസ് ബിക്ക് ഈക്വലന്റ് ആണ്. ഞാൻ പറഞ്ഞു ഇവർക്ക് ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫ് ആക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, അതുവേണ്ടി ഞാൻ പറഞ്ഞേ. ക്ലിയർ അല്ലേ? മറന്നു പോയത് ഈ ഐഡന്റിറ്റി ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഞാൻ ഈ പറഞ്ഞത് സേർട്സ് ആൻഡ് എക്സ്പോണൻഷ്യലിനകത്തുനിന്ന് ചോദിച്ചിട്ടുള്ള പലയിടത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നോക്കുക. ഇതാണ് 125 the whole raised to 2/3 into 625 the whole raised to minus 1/4 എന്ന് പറഞ്ഞാൽ 5 raised to x ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓർത്തിരിക്കുക ഇവിടെ ഈക്വൽ ടു 5 raised to x എന്നാണ്. അപ്പൊ നമുക്ക് ഒബിയസ്ലി ഈ പറഞ്ഞ പവർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ സൈഡിലുള്ള ടേംസും 5ന്റെ പവറിൽ വന്നാൽ മാത്രമേ ഒക്കത്തുള്ളൂ. കാര്യം നമുക്ക് അതല്ലാതെ ഇക്വേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ഓർത്തിരിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ LHSഉം RHSഉം ഈക്വൽ ആക്കിയിട്ടേ ബാക്കി ചെയ്യാവൂ, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കറിയാം 5ന്റെ പവറിലാണ് അപ്പുറം കിടക്കുന്നത് അല്ലേ? നമുക്ക് ഈ സെക്ഷനും എന്താക്കണം? 5ന്റെ പവറിൽ കൺവേർട്ട് ആക്കിയാൽ മാത്രമേ ആൻസർ കിട്ടും. നമുക്കറിയാം 125 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 5³ ആണ് അല്ലേ? അപ്പൊ ഇതിന് എന്ത് എഴുതാം?
5 ക്യൂബ് എന്ന് എഴുതാം. 5 ക്യൂബ് ദ ഹോൾ റേസ് ടു 2/3 ആണ് ഇൻറ്റു 625 ആണ് എന്താണ് നമുക്കറിയാം 5 റേസ് ടു 4 ആണ് അല്ലേ. 5 റേസ് ടു 4 ദ ഹോൾ റേസ് ടു -1/4 ആണ് ഈക്വൽ ടു 5 റേസ് ടു എക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ പറഞ്ഞാണ് ഇതെന്താണ് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? എ റേസ് ടു എം ഇൻറ്റു എന്നിന് ഈക്വൽ ആണ്. അപ്പൊ നോക്കി ഇവിടെ 5 ക്യൂബ് ദ ഹോൾ റേസ് ടു 2/3 ഞാൻ എങ്ങനെ എഴുതുമ്പോൾ 5 റേസ് ടു 3 ഇൻറ്റു 2/3 എന്നാണിത്. ഇവിടെ എന്ത് പറ്റും? ഈ 3യും 3യും ക്യാൻസൽ ആയി പോകുക. എന്തിന് ഇക്വലന്റ് ആണ്? 5 സ്ക്വയറിന് ഇക്വലന്റ് ആണ് ഇൻറ്റു എന്താണ് 5 റേസ് ടു 4 ദ ഹോൾ റേസ് ടു -1/4 എന്നാൽ എന്താണ് 5 റേസ് ടു 4 ഇൻറ്റു -1/4 എന്നാണ് അല്ലേ. ഇത് ക്യാൻസൽ ആയി പോകും. 5 റേസ് ടു -1 എന്നാണ് അതിന് വരുന്നത് ഈക്വൽ ടു 5 റേസ് ടു എക്സ് എന്നാണ് കേട്ടോ. അപ്പൊ എന്ത് വരും ഇവിടുന്ന്? ഇവിടെ 5 സ്ക്വയർ ഇൻറ്റു 5 റേസ് ടു -1 ഇസ് ഈക്വൽ ടു 5 റേസ് ടു എക്സ് എന്നാണ്. നമ്മൾ പറഞ്ഞാണിത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്നുള്ള എന്തിന് ഈക്വലന്റ് ആണ്? എ റേസ് ടു എം പ്ലസ് എന്നിന് ഈക്വലന്റ് ആണ്. അപ്പൊ എങ്ങനെ എഴുതാം നോക്കി 5 റേസ് ടു 2 ഇൻറ്റു 5 റേസ് ടു -1 എങ്ങനെ എഴുതാം? 5 സ്ക്വയർ പ്ലസ് -1 അല്ലേ ഇസ് ഈക്വൽ ടു ആണ് എന്ത് 5 റേസ് ടു എക്സ്. 2 - 1 എത്രയാണ്? 1 ആണ്. അപ്പൊ 5 റേസ് ടു 1 is equal to 5 raised to x എന്നാണ്. ഇവിടുന്ന് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ is equal to 1 എന്ന് കിട്ടും. ക്ലിയർ ആണോ? നിങ്ങൾ ആലോചിക്കുക ഇത്രയും സ്പീഡ് ചെയ്താൽ എങ്ങനെയാണ് ആൻസർ കിട്ടുക, സമയം കിട്ടുക? ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്ത് പറയുന്നത്. നിങ്ങൾ കുറെ നാൾ ചെയ്ത് കഴിയുമ്പോൾ ഒന്നുമില്ല ഒറ്റടി ചെയ്യാന്നുള്ളൂ. മനസ്സിലായി? ഇവിടുന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് വെട്ടിയിട്ട് ഇവിടുന്ന് എക്സിന് വരെ കിട്ടും. പോത്തിരിക്കുക നിങ്ങളിത് പ്രാക്ടീസ് ഇല്ലാതെ ഒറ്റയടിക്ക് എനിക്ക് പറഞ്ഞാൽ ഇവിടെ വരെ എത്തത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. പോത്തിരിക്കുക എന്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ LHS ഉം RHS ഉം ഈക്വൽ ആണെന്ന് നോക്കുക. ചില ഈ ലെഫ്റ്റ് ഹാൻഡ് ഈക്വലിന്റെ അപ്പുറവും ഇപ്പുറവും സെയിം പവറിലാണോ, ചില ഒരു സെയിം സംഖ്യയുടെ റേസ് ടു ആണോ പവർ പോയി നോക്കുക, അല്ലെങ്കിൽ അത് ഈക്വൽ ആക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ അല്ലേ? ചില ഒരു സംഖ്യയുടെ പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റേസ് ടു ഉള്ള വാല്യൂ ഇട്ടാൽ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും സെയിം സംഖ്യ റേസ് ടു ഒരു സംഭവമേ വരാവൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് സംഭവത്തിനെ 5ന്റെ പവറിൽ കൺവേർട്ട് ചെയ്ത് എഴുതിയത്. ഇവിടെ എന്ത് കിട്ടും? ആൻസർ എക്സ് ഇസ് ഈക്വൽ ടു 1 കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ഇത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ ചെയ്യാൻ നോക്കി. ഇതാണ് ക്വസ്റ്റൻ നോക്കി 2 raised to x plus 4 minus 2 raised to x plus 2 is equal to 3 ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നുള്ളതാണ് ക്വസ്റ്റൻ. ഇവിടെ ചെയ്യാൻ നമ്മൾ പറഞ്ഞു ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ. ഇടയ്ക്കെന്ന് പറയുമ്പോൾ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണ്. ഇവിടെ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ കുറച്ച് ഞാൻ പറഞ്ഞാൽ a raised to m into whole raised to n എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ ഇത്രയാണ് കാര്യം 2 raised to x plus 4 minus 2 raised to x plus 2 ആണ്. അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നോക്കി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറഞ്ഞു a raised to m plus എന്ന് പറഞ്ഞാൽ എന്താണ്? a raised to m into a raised to n ആണല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാതിനെ 2 raised to x into 2 raised to 4 minus 2 raised to x into 2 square is equal to 3 എന്നാണ് അല്ലേ. ഇവിടെ എന്താണ് കോമൺ? ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? സോ ഒന്നുമില്ല a raised to m plus എന്ന് പറഞ്ഞാൽ a raised to m into a raised to n എന്ന് പറഞ്ഞാൽ a raised to m plus എന്നാണ്. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. ഇവിടെ എന്ത് കോമൺ ആണ്? നമുക്കറിയാം 2 raised to x എന്നുള്ള സംഖ്യ 2 raised to x into 2 square കോമൺ ആണ്. അത് അത്രയും പോകണ്ട. ഞാൻ ജസ്റ്റ് ഈസി ആയിട്ട് പറയാണ് 2 raised to x ഇവിടെ കോമൺ ആണ് അല്ലേ. ഇപ്പൊ 2 raised to x കോമൺ ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ബാക്കി 2 raised to 4 ഉണ്ട്. ഇപ്പൊ 2 raised to x ബാക്കി 2 സ്ക്വയർ ഉണ്ട് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരുന്നുണ്ട്? 3 എന്ന് വരുന്നുണ്ട് ആണല്ലോ. ക്ലിയർ അല്ലേ? ഇനി നോക്കി ഇനി 2 raised to x into 2 raised to 4 ആണ് എത്രയാണ്? 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 2 raised to 4 എന്ന് പറഞ്ഞാൽ 16 ആണ് അല്ലേ. 16 minus 4 is equal to 3 എന്നാണ് വരുന്നത്. ഇനി ഇതിന്റെ ബാക്കി എന്താ വരുന്നത് നോക്കി 2 raised to x into 16 minus 4 എത്രയാണ്? 12 ആണ് അല്ലേ. 12 is equal to 3 എന്നാണ് ആണല്ലോ അല്ലേ. അപ്പൊ നോക്കി ഇനി എന്താണ് വരുന്നത്? 12 3 വെട്ടുക. ഇവിടെ എത്ര വരും? 4 വരും, 1 വരും. ഇവിടുന്ന് 2 raised to x into 4 is equal to 1 എന്നാണ് വരുന്നത് അല്ലേ. ഇനി ഇവിടുന്ന് എങ്ങനെ എഴുതാം? 2 raised to x is equal to നമുക്ക് എന്ത് എഴുതാം? 1/4 എന്ന് കിട്ടി. 2 raised to x എന്ത് കിട്ടി? 1/4 എന്ന്. ഞാൻ എന്താ പറഞ്ഞേ? ഈ പറഞ്ഞിട്ടുള്ള ഇനിയൊരു സംഭവം വന്നാൽ രണ്ട് സൈഡും സൈഡിന്റെ അപ്പുറവും ഇപ്പുറവും സെയിം നമ്പർ റേസ് ടു ഒരു പവർ വന്നാൽ മാത്രമേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. അത് എങ്ങനെ എഴുതാൻ നോക്കി 2 raised to x is equal to 1/4 എന്നാണ് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് നോക്കി 2 raised to x is ഞാൻ പറഞ്ഞാണ് 1/4 എന്നാണ്. ഈ 4 ഞാൻ മേളിൽ കൊണ്ടുപോയാൽ എന്ത് പറ്റും? 4 raised to -1 ആവും. നമ്മൾ പറഞ്ഞാണ് എന്ത്? ഇത് 4 raised to 1 ആണ് ഇതിന്റെ അർത്ഥം.
അതിനെ ന്യൂമറേറ്റർ കൊണ്ട് എന്ത് വരും 4⁻⁻1 എന്ന് വരും അല്ലേ. ഇനി 4 എന്ന് പറഞ്ഞാൽ എന്താണ് 2 സ്ക്വയർ അല്ലേ. നമ്മളിപ്പോൾ 2ന്റെ ടേർഡ് മാറ്റണം. അപ്പൊ എന്താണ് 2² ആണ് ഈ സംഭവം. അപ്പൊ എന്ത് കിട്ടും ഇവിടുന്ന് 2x എന്താ കിട്ടുന്നത് a⁻m എന്താണ് a⁻m ആണ് അല്ലേ. അപ്പൊ 2² എന്താണ് 2 ആണ്. അപ്പൊ എന്ത് വരും അവിടെ 2 എന്ന് വരും. അപ്പൊ 2x 2 എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ എത്രയാണ് x -2 ആണ്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാൻ നോക്കി. ഇതാണ് ക്വസ്റ്റ്യൻ. 2x + 4 - 2x + 2 3 ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x എന്നാണ്. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ a⁻m നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2x ന് 2⁴ - 2x ന് 2 എന്ന് എഴുതി. അവിടുന്ന് 2x കോമൺ ഇവിടെ സത്യം പറഞ്ഞാൽ 2x × 2² കോമൺ എടുക്കാം. ഞാനത് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് പറഞ്ഞു 2x മാത്രം കോമൺ എടുക്കുക. ബാക്കി 2⁴ - 2² എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് 2x × 4 = 1 കിട്ടും അല്ലേ. ഇവിടുത്തെ 2x എന്ത് കിട്ടും 1/4. എന്തുകൊണ്ട് നമുക്ക് ഇതൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2x × 4 എന്ന് പറഞ്ഞാൽ 1 ആണ് കിട്ടുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ ഒട്ടും മാത്സ് അറിയാത്തവരാണെങ്കിൽ സംശയം വരെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ 4 ഡിനോമിനേറ്ററിൽ പോയെന്ന്, എന്തുകൊണ്ട് ആഡ് ചെയ്തിരുന്നു അതൊക്കെ അറിയണം. കാരണം ജസ്റ്റ് ഞാനൊന്ന് പറയുകയാണ്. ഈ പറഞ്ഞ രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈക്വൽ ടു സംതിങ് വന്നു കഴിഞ്ഞാൽ ഈക്വൽ ടു ഏതൊറ്റ സംഖ്യ വന്നാൽ എന്ത് ചെയ്യുക ഈ പറഞ്ഞ സാധനം താപ്പോട്ടെ കൊണ്ടുവരണം. കാര്യം മൾട്ടിപ്ലിക്കേഷന്റെ സംഭവം ഓപ്പോസിറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവിഷനാണ് സംഭവിക്കുന്നത്. ഡിവിഷന്റെ സംഭവം നേരെ തിരിച്ച് പറഞ്ഞാൽ എന്ത് പറ്റും മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഞാൻ പറഞ്ഞു പ്രൊവൈഡ് അതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പ്ലസോ മൈനസോ സിമ്പിൾസ് വരാൻ പാടില്ല. ഇതിനിടയ്ക്ക് പ്ലസോ മൈനസ് ഇവിടെ പറയാൻ ഫോർ എക്സാമ്പിൾ 1 + x എന്ന് വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ 2x ഇവിടെ എഴുതുമ്പോൾ ഈ 4/x വരത്തുള്ളൂ. അല്ലാതെ 1/something മാത്രം വരത്തില്ല നോക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടും 2x = 1/4 എന്ന് കിട്ടും. ഞാൻ പറഞ്ഞു ഇതിനെ ഇക്വേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സംഭവം 2ന്റെ പവറിൽ തന്നെ കിട്ടണം. 2ന്റെ ഒരു ടേബിൾ തന്നെ കിട്ടണം. അപ്പൊ എന്ത് ചെയ്യുക നമ്മൾ പറഞ്ഞു 4 എന്ന് പറഞ്ഞാൽ 4⁻⁻1 ഇക്വലന്റ് ആണ്. = 2² ആണ്. ഇവിടെ തന്നെ 2⁻2 എന്ന് വരും. അവിടെ നിന്ന് എന്താണ് 2x = 2⁻2 ആണ്. ഇവിടെ നിന്ന് എന്ത് കിട്ടും x = -2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. ABC എന്നുള്ള 3 ടേംസിന്റെ ABC എന്നുള്ള 3 ടേംസിന്റെ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ് ABCയുടെ ആവറേജ് എത്താന്നിട്ടുണ്ട് m ആണ് പറഞ്ഞത്. എന്താണ് 3 സംഖ്യകളായ ABC എന്നുള്ള 3 ടേമിന്റെ ശരാശരി m ആണ് ഒരു സംഭവം. ഇനി എന്താണ് AB + BC + AC = 0 ആണെന്നും ക്വസ്റ്റ്യനിലുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ദ ആവറേജ് ഓഫ് A², B² ആൻഡ് C². ഇതാണ് ക്വസ്റ്റ്യനുള്ള സംഭവം. ചോദിച്ചിരിക്കുന്നത് A²ന്റെയും B²ന്റെയും C²ന്റെയും ശരാശരി അല്ലെങ്കിൽ ആവറേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓർത്തിരിക്കുക ഞാൻ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യനിലുള്ള എല്ലാ ക്വസ്റ്റ്യനും എവിടെയാണ് നമ്മുടെ ടോപ്പറിനകത്ത് കിടക്കും. ഞാൻ പറഞ്ഞാണ് ഈ പറഞ്ഞിട്ടുള്ള ടഫ് ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ CBSE-കാരുടെയാണ് ടോപ്പർ എന്നുള്ള സെക്ഷൻ. ആ ടോപ്പറിന്റെ എന്താണ് ബ്രെയിനിലേക്കകത്തുള്ള ടോപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിന് കൂടെ കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുക കേട്ടോ. നോക്കി ഇതാണ് ക്വസ്റ്റ്യൻ. ABC എന്നുള്ള 3 ടേംസിന്റെ ആവറേജ് m ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരാശരി m ആണെന്നുണ്ടെങ്കിൽ A², B² C²ന്റെ ആവറേജ് എത്രയാണ് പ്രൊവൈഡഡ് എന്താണ് AB + BC + ACയുടെ വാല്യൂ 0 ആണെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ് ചെയ്യാൻ. സിംപ്ലിഫിക്കേഷൻ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ എനിക്കിതൊരു ഷോർട്ട് ട്രിക്ക് ഒന്നും അറിയത്തില്ല. നിങ്ങൾക്ക് ഷോർട്ട് ട്രിക്സ് വല്ല അറിയാമെങ്കിൽ അത് നോക്കിയോളൂ. ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് ട്രിക്ക് മറന്നു പോയാൽ കണക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെയ്യരുതെന്ന് പറയുന്നത്. നല്ലപോലെ മാത്സ് അറിയാവുന്നവർ മാത്രം ഷോർട്ട് ട്രിക്ക് യൂസ് ചെയ്യുക. കാര്യം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ മറന്നു നോക്കി. ഇതാണ് ക്വസ്റ്റ്യൻ. ആവറേജിന്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് എന്ന് പറയുന്നത് എന്താണ് ടോട്ടൽ ടേം കൂട്ടിയിട്ട് നമ്പർ ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള A + B + C 3 നമ്പറില്ലേ /3യുടെ വാല്യൂ ആണ് എത്ര m എന്നുള്ളതല്ലേ. ഇതാണ് തന്നിട്ടുണ്ട് അവര്. ഇത് ഗീവൺ ആണ്. എന്താണ് A + B + Cയുടെ വാല്യൂ = m വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തോ എഴുതാം A + B + C = 3m എന്ന് എഴുതാം അല്ലേ. ഇവിടെ നിന്നൊന്നുമില്ല 3 ഇവിടെ പോകുമ്പോൾ 3m എന്ന് എഴുതാം. ഞാനിത് ഇക്വേഷൻ നമ്പർ എഴുതി കൊടുക്കാം. ജസ്റ്റ് ഞാൻ പറയുന്ന പോലെ പെട്ടെന്ന് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് സ്ലോ ആയിട്ട് പറഞ്ഞത്. A + B + C = 3m എന്ന് എഴുതി. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് AB + BC + ACയുടെ വാല്യൂ തന്നിട്ടുണ്ട് എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഓൾറെഡി 0 ആണെന്ന്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A² + B² + C²
ഡിവൈഡ് ബൈ 3യുടെ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഇതല്ലേ ആവറേജ് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഡിവൈഡ് ബൈ 3യുടെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് എന്താണ് സ്ക്വയർ വരുന്ന ടേംസ് തന്നെ വേണം എന്നുള്ളത് അല്ലേ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയ്ക്കകത്ത് സ്ക്വയറുള്ള ടേംസ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡേറ്റയെ വെച്ചിട്ട് സ്ക്വയർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ സംഭവം. നോക്കി എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 3m എന്ത് ചെയ്യുക, ഹോൾ സ്ക്വയർ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, ഈ പറഞ്ഞ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ is equal to 3m the whole square എന്ന് വരും അല്ലേ. a plus b plus c the whole എന്തിനാ സ്ക്വയർ ചെയ്തേ, ഈ പറഞ്ഞ സംഭവം സ്ക്വയർ ചോദിച്ചുകൊണ്ടാണ്. ഈ പറഞ്ഞ എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബിന്റെ ആവറേജ് ചോദിച്ച് എന്ത് ചെയ്യേണ്ടി വന്നു, ഇവിടെ ക്യൂബ് ചെയ്യേണ്ടി വന്നേ. കാര്യം നമുക്ക് ഈ ക്വസ്റ്റ്യനകത്തുള്ള ഡേറ്റ വെച്ചിട്ട് ഇത് ഒപ്റ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ് ചോദിച്ച ക്വസ്റ്റ്യൻ കറസ്പോണ്ടിങ് സംഭവം അവിടെ ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്താണ് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3m the whole square എന്ന് പറഞ്ഞല്ലേ. ഇനി ഇതെന്താണ്, ഇതിന് എക്സ്പാൻഷൻ എന്താണ് ഇതിന്റെ, നമുക്കറിയാം ഇതെന്തുകൊണ്ട് ഞാൻ പറയാം പോളിനോമിയലിന്റെ എല്ലാ സംഭവമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഇങ്ങനെയാണ് 2ab ഞാൻ പോകാം 2ab പ്ലസ് ബി സി പ്ലസ് എ സി എന്നാണ് ഇതിനകത്ത് വരുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, നമ്മുടെ 3m the whole square എത്രയാണ്, 3 സ്ക്വയർ ഇൻറ്റു എം സ്ക്വയർ 9m സ്ക്വയർ എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ അല്ലേ. ഇനി അവർ എന്ത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്, എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ഇസ് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് പറ്റും, ഡി ടേമിന്റെ വാല്യൂ എന്തായി പോകും, 0 ആയി പോകും. എന്താണ് ആ ടേമിന്റെ വാല്യൂ 0 ആയി പോകും. അപ്പൊ നോക്കി ഇനി ഇതെങ്ങനെ എഴുതാം, നമുക്ക് ബാക്കി ഇങ്ങനെ ഉള്ളത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് 9m സ്ക്വയർ എന്നുണ്ട് അല്ലേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 9m സ്ക്വയർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നോക്കി ഇത് കിട്ടിയല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഡിവൈഡ് ബൈ 3യുടെ ആൻസർ ആണ് വേണ്ടത്. നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഈ പറഞ്ഞ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന്റെ വാല്യൂ കിട്ടിയല്ലേ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 9m സ്ക്വയർ എന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കുക. എന്താണ് 9m സ്ക്വയർ ഡിവൈഡ് ബൈ 3. ഇതിന്റെ ആൻസർ 3m സ്ക്വയർ എന്നാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ആൻസർ. മനസ്സിലായ, ഒന്നുകൂടെ പറഞ്ഞിരിക്കും, ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇവർ പറഞ്ഞിട്ടുണ്ട് എ ബി സി എന്നുള്ള 3 ടേംസിന്റെ ആവറേജ് ആണ് m എന്ന് പറഞ്ഞാൽ. നമുക്ക് അപ്പൊ തന്നെ അറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3 സംഖ്യ കൂട്ടുക, എത്ര സംഖ്യ ഇടാന്ന് ഡിവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ ഇതെന്താണ് എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു m എന്നുള്ളതാണ് ഗിവൺ ഡേറ്റ. അതിന് എന്ത് എഴുതാം, എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 3m എന്ന് എഴുതാം അല്ലേ. ഇനി നെക്സ്റ്റ് എന്തെങ്കിലും സംഭവം എന്താണ്, എ ബി പ്ലസ് ബി സി പ്ലസ് എ സിയുടെ വാല്യൂ 0 ആണെന്നത് ഗിവൺ ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എന്നുള്ള 3 ടേംസിന്റെ എന്താണ്, ഈ 3 ടേംസിന്റെ ആവറേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയറിന്റെ ആവറേജ് ആണ്. അപ്പോൾ ഒബിയസ്ലി നമുക്ക് ഉള്ള ഡേറ്റ വെച്ചിട്ട് സ്ക്വയറിൽ എത്തിക്കാൻ നോക്കുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 3m എന്നുള്ള സാധനത്തെ സ്ക്വയർ ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം കിട്ടുമല്ലോ എന്നാണെങ്കിലും. അപ്പൊ ഈ എ പ്ലസ് ബി പ്ലസ് സി ഇത് ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എന്താണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സി പ്ലസ് എ സി എന്നാണ്. അത് ചെയ്യുക. ഇതിവിടെ എന്ത് തന്നിട്ടുണ്ട്, ഇതിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ബാക്കി എന്ത് കിട്ടും, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 9m സ്ക്വയർ എന്ന് കിട്ടുകയല്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ പറഞ്ഞ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എന്നുള്ള 3 ടേംസിന്റെ ആവറേജ് ആണ്. അത് എത്രയാണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഡിവൈഡ് ബൈ 3 ആണ്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അതിന്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്, 9m സ്ക്വയർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 9m സ്ക്വയർ ബൈ 3 എന്ന് പറയുമ്പോൾ എന്താണ് 3m സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ അതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ അല്ലേ, ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള നെക്സ്റ്റ് ഇതാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള 54th ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. 57th ക്വസ്റ്റ്യൻ ആണ്. നമ്മളാ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള 57ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 57th ക്വസ്റ്റ്യൻ ആണ്. നോക്കി 58th ക്വസ്റ്റ്യൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. 50ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ ടൈം ക്ലോക്ക് ആൻഡ് ടൈം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രയുള്ള സംഭവം, ഇത്രയുള്ള എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ക്ലോക്കിന്റെ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും എപ്പോഴാണ് നേർരേഖയിൽ വരുന്നതെന്നാണ്. ചില ഒരു ദിവസം പെർ ഡേ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും എത്ര തവണ നേർരേഖയിൽ വരും എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് ആൻസർ എത്രയാണ്, 44. ഞാൻ ക്ലോക്ക് ആൻഡ് ടൈമിന്റെ കേസ് ഒന്നും പറയുന്നില്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ക്ലോക്ക് ആൻഡ് ടൈമിന്റെ ഇച്ചി കൂടെ എന്താ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് പോകത്തേക്ക് ഒന്നുമില്ല. ഈ പറഞ്ഞിട്ടുള്ള അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും പെർ ഡേ എന്താണ്
നേർരേഖയിൽ വരുന്നത് 44 പ്രാവശ്യമാണ്. അപ്പൊ അതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. അതാണ് ഈ പറഞ്ഞിട്ടുള്ള 58ാമത്തെ ക്വസ്റ്റ്യനെ. ഇത് നോക്കി, ഇനി ഈ പറയുന്ന 56ഉം നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള 59ഉം 60 എന്ന് പറഞ്ഞാൽ സീരീസ് ഒരു സെക്ഷൻ ഉണ്ടല്ലോ. സീരീസ് ഒരു സെക്ഷൻ നമ്മുടെ മാത്സിന്റെ സിലബസിൽ ഉള്ളതാണ്. അപ്പൊ സീരീസ് എന്നുള്ള സെക്ഷനകത്തുനിന്ന് വരുന്ന ടോപ്പിക്സ് ആണ് അത് മൊത്തം. ഓർത്തിരിക്കുക, സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്, ഒത്തിരി ഉള്ളതാണ്. അതിനകത്ത് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സീരീസ് നിങ്ങൾക്ക് ഒരൊറ്റ ഓർഡറിൽ കിട്ടിയില്ല അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കാര്യം വെറുതെ സമയം പോകത്തേ ഉള്ളൂ. സീരീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ എന്താണ് സ്ക്വയറിന്റെ സീരീസ് വരും, ക്യൂബിന്റെ സീരീസ് വരും. അത് തമ്മിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഫർദർ ചെക്ക് ചെയ്യുന്ന കുറേ പ്രൊസീജിയേഴ്സ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, അത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അതും കളയുക കേട്ടോ. അപ്പൊ നമ്മൾ നോക്കി, ഈ പറഞ്ഞിട്ടുള്ള 56ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓഡ് വൺ കണ്ടുപിടിക്കുക. വെച്ചാൽ ഇതിനകത്ത് ഒറ്റയാനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. 56, 72, 90, 110, 132 ആണെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റയാനല്ല, 150 ഇതാണ്. ഇതിനകത്ത് ഓഡ് വൺ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 56, 72, 90, 110, 130 to 150 ഇതാണ് നമ്മുടെ ഒരു സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഓഡ് വൺ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കുക, നമുക്കറിയാം സീരീസിന്റെ സെക്ഷൻ വരുമ്പോൾ നമ്മൾ നോക്കണമെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ എന്ത് കണക്ഷൻ ഉള്ളത് ചെക്ക് ചെയ്യാൻ നോക്കുക. മൾട്ടിപ്ലൈ നോക്കുക, അല്ലെങ്കിൽ എന്താണ് അടുത്ത ഡിഫറൻസ് ചെക്ക് ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കിയെന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ 150 ആണ്. ഞാൻ റീസൺ പറഞ്ഞുതരാം. ആൻസർ 150 ആണ്. ഇത് പറയുമ്പോൾ 56 എന്ന് പറയുമ്പോൾ എന്താണ്, N7 ആണ് 56 അല്ലേ, N7 56 ആണ്. നോക്കി, N9 72 ആണ്. ഇനി 9 × 10 ആണ് എത്ര, 90 എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇനി 10 × 11 ആണ് 110 എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇനി എന്താണ്, 11 × 12 ആണ് 132 എന്ന് പറയുമ്പോൾ അല്ലേ. ഇതിനകത്ത് നെക്സ്റ്റ് എന്താണ്, ഇത് കണ്ടോ, അപ്പൊ ഇതെന്താണ് 7 × 8, 8 × 9, 9 × 10, 10 × 11, 11 × 12. ഇതാണ് ഈ പറഞ്ഞ സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കിന്. അപ്പൊ ഇതിനകത്ത് നെക്സ്റ്റ് വരേണ്ട സംഖ്യ ഏതാണ് നമുക്കറിയാം. അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സംഖ്യ ഏതാണെന്ന് നോക്കി, ഏതായിരിക്കും, 13 × 12 × 13 ആണ് അല്ലേ നമ്മൾ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 12 × 30 എന്നുള്ള സംഖ്യയാണ്. അത് ഒബിയസ്ലി എന്തല്ല, 150 അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓഡ് വൺ എന്ന് പറഞ്ഞാൽ 150 ക്ലിയർ അല്ല, ഒന്നുമില്ല. നമ്മൾ ചെക്ക് ചെയ്യുക, അടുത്തുള്ള നമ്പർ ചെക്ക് ചെയ്യുക. ഇവിടെ പറയുമ്പോൾ 56, 70, 90, 110 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ഈ സീരീസ് ആണ് അത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നെക്സ്റ്റ് വരേണ്ട സംഖ്യ 12 × 13 ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നത് 150 ആണ്. അതുകൊണ്ട് എന്താണ്, ഇതിനകത്ത് ഓഡ് വൺ എന്ന് പറയുമ്പോൾ 150 ആണ് കേട്ടോ. ഇതാണ് 56ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ പറയുമ്പോൾ ഇതാണ് സീരീസ് 125, 135, 120, 130, 115, 125. നെക്സ്റ്റ് നമ്പർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിട്ടുള്ള അടുത്തടുത്ത നമ്പേഴ്സിന്റെ റിലേഷൻ നോക്കുക. അപ്പൊ നോക്കുക, ഇവിടെ നോക്കി 125ഉം 135 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നമുക്കറിയാം, 10 ആണ്. ഞാൻ -10 ഇവിടെ നേരെ തിരിച്ച് സബ്ട്രാക്ട് ചെയ്യാം കേട്ടോ. 135 - 125 ആണ് 10 ആണ് കിട്ടുന്നത്. ഇനി ഈ പറഞ്ഞ 135ഉം 120 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് 20, 30, 15 ആണല്ലോ അല്ലേ. ഇനി നോക്കി 120, 130 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 10. ഇനി 130ഉം 115 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 15 ആണ്. അടുത്ത 110, 120 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 10 ആണ് അല്ലേ. കണ്ടോ, ഇതാണ് ഇതിന്റെ ഒരു സീക്വൻസ് വന്നത്. 10, 15, 10, 15, 10, 15 വെച്ചിട്ട് അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നോക്കിയാൽ ഇവിടെ എന്ന് പറയുമ്പോൾ എന്ത് പറ്റും, ഇനി സംഭവിക്കേണ്ടത് എന്താണ്, ഈ പറഞ്ഞ നെക്സ്റ്റ് സംഖ്യയും 125 തമ്മിൽ വേണ്ട ഡിഫറൻസ് 15 ആണ്. കറക്റ്റ് അല്ലേ, അങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുമ്പോൾ 125 നിന്ന് 10 കൂട്ടി 135 കിട്ടി. 135 നിന്ന് 15 കുറയ്ക്കുമ്പോൾ -120. ഇവിടെ -15 കുറച്ചാ പോകുന്നത് കേട്ടോ 15. അപ്പൊ നോക്കി ഇവിടെ എന്ത് കിട്ടി, ഇവിടെ കുറയ്ക്കുക. അടുത്ത എന്ത് കിട്ടും, ഈ സംഖ്യയുടെ 10 കൂട്ടുക. ഈ സംഖ്യയിൽ നിന്ന് 15 കുറയ്ക്കുക. അടുത്ത ഈ സംഖ്യയുടെ 10 കൂട്ടുക. അടുത്ത സംഖ്യയിൽ നിന്ന് 15 കുറയ്ക്കുക അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, 125 - 15 ആണ് ആൻസർ. 110 വരും അല്ലേ. ക്ലിയർ ആണോ, മനസ്സിലായല്ലോ അല്ലേ. ഒന്നുമില്ല, അടുത്തടുത്തുള്ള സംഖ്യകളുടെ റിലേഷൻഷിപ്പ് നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക, അടുത്ത സംഖ്യ കൂട്ടിപ്പോ. ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം 10 കൂട്ടുക, അപ്പൊ ഇതിനെ 15 കുറയ്ക്കുക. ആ ഒരു പാറ്റേണിലാണ് പോകുന്നത്. അപ്പൊ ലാസ്റ്റ് വരേണ്ടത് 125 നിന്ന് 15 കുറച്ച് വരും. അപ്പൊ 110 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇതാണ് ക്വസ്റ്റ്യൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് പറയുമ്പോൾ ഇത്രയാണ്, മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആണ്, മൈനസ് ആണ് ചെയ്യേണ്ടത്. ഡിവിഷന് പകരം അഡീഷൻ ചെയ്യുക, അഡീഷന് പകരം ഡിവിഷൻ ചെയ്യുക.
എന്താണ് സബ്ട്രാക്ഷൻ പകരം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എന്നുവെച്ചാൽ ഈ പറഞ്ഞ ഓരോ സിമ്പിളും ഇതിനകത്ത് മാറ്റി കൊടുത്താൽ ഇതിൽ ഏത് ആൻസർ ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കി ഇത് ഏത് ആൻസർ ആണ് കറക്റ്റ് എന്നാണ് നമുക്ക് ചെയ്യാം. നമുക്കറിയാം അറിയേണ്ട കേസ് എന്ന് പറയുമ്പോൾ ബോർഡ് മാസിന്റെ റൂളാണ് കേട്ടോ. ബോർഡ് മാസ് അറിഞ്ഞില്ലെങ്കിൽ ആൻസർ തെറ്റി പോകുമേ. ബോർഡ് മാസ് അറിഞ്ഞില്ലെങ്കിൽ ആൻസർ കിട്ടും. ഒന്നുമില്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ഈ ഒരു ഓർഡറിൽ മാത്രമേ മാത്സ് ചെയ്യാവൂ, അല്ലെങ്കിൽ മാത്സ് തെറ്റി പോകും കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ വരുന്ന കണക്കുകളെ നോക്കിയിട്ടെന്ന് പറയുമ്പോൾ എന്താണ് 6 × 2 + 3 ഭാഗം 12 - 3 = 50 ആണ്. നമ്മൾ പറഞ്ഞു ഇതിനകത്തുള്ള ഓരോ സിമ്പിളും ചേഞ്ച് ചെയ്യണം അല്ലേ. അപ്പൊ നോക്കി ഇൻഡുവിന് പകരം എന്താ വരുന്നത്? മൈനസ് ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് വരും? എന്താ വരുന്നത് നോക്കി 6 - 2 ആണ്. പ്ലസിന് പകരം എന്താ വരുന്നത്? ഡിവിഷൻ ആണ്, /3 ആണ്. ഡിവിഷന് പകരം എന്ത് വരണം? പ്ലസ് വരണം, +12 ആണ്. മൈനസിന് പകരം എന്താ വരണ്ടേ? × 3 ആണ്. ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് 15 കിട്ടുമോ നോക്കുക. ഇല്ലെങ്കിൽ ആൻസർ തരാം. നമ്മൾ പറഞ്ഞു ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ പോകാവൂ. ഇത് പറയുമ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഈ ഡിവിഷൻ ആണ്. അതിനകത്ത് വേറെ ഒന്നും ചെയ്തേക്കരുത്. ഇത് ഡിവിഷൻ ചെയ്യേണ്ട സംഭവമാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. എന്താണ് 12 × 3 എത്രയാണ്? 36 ആണ്. ഈ പറഞ്ഞ 36 - 2/3 + 6 ആണ് അല്ലേ. നമുക്കറിയാം ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് 36 6 എത്രയാണ്? 42 അല്ലേ. ഇവിടെ പറയുമ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 36 6 42 - 2/3 എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് അപ്രോക്സിമേറ്റ്ലി 41 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ 41 സംതിങ് ആയിരിക്കും അതിന് ആൻസർ വരുന്നത്. അപ്പോൾ എന്തല്ല ഇത് തെറ്റാണ്. ഓപ്ഷൻ തെറ്റാണ്. ക്ലിയർ അല്ല. ഒന്നുമില്ല, ബോർഡ് മാസ് ഇത് ചെയ്യാവൂ. ആദ്യം ഈ പറഞ്ഞ ഡിവിഷന്റെ ബ്രാക്കറ്റ് ആൻഡ് ക്ലോസ് ചെയ്യുക, ഡിവിഷൻ ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ബാക്കി ചെയ്യാൻ ആൻസർ കിട്ടും. അല്ലാതെ ഇവിടെ പറഞ്ഞ 6 - 2 ചെയ്തിട്ട് /3 ചെയ്താൽ ആൻസർ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ബോർഡ് മാസ് ചെയ്യണം. അപ്പോൾ അത് തെറ്റാണ്. ഇത് നോക്കി അടുത്ത എന്താണ്? 3/7 സിമ്പിൾ മാറ്റാം. നമ്മൾ പറഞ്ഞു ഡിവിഷന് പകരം വരുന്നത് പ്ലസ് ആണ് അല്ലേ. അപ്പൊ ഇവിടെ 3 + 7, മൈനസിന് പകരം വരേണ്ടത് ഇൻറ്റു ആണ്, × 5. ഇൻറ്റുവിന് പകരം വരേണ്ടത് മൈനസ് ആണ്, -10. ഇനി പ്ലസിന് പകരം വരേണ്ടത് എന്താണ്? ഡിവിഷൻ ആണ് അല്ലേ. ചെക്ക് ചെയ്താണോ നോക്കിയാൽ മതി. ഇവിടെ എന്ത് ചെയ്തപോലെ തന്നെ ഈ ഡിവിഷന്റെ സംഭവം അത് അവിടെ അതുപോലെ വെക്കുക. എന്നിട്ട് ഈ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇത്രയുള്ള എന്താണ് വരുന്നത്? 3 + 7 35 ആണ്. 35 - 10/3 3.3 എന്നല്ലേ വരുന്നേ. ഇവിടെ എന്ന് പറയുമ്പോൾ 3 - 3.3 വരുമ്പോഴത്തേക്ക് എത്ര? 0.33 വരും. ഇതിന് ആൻസർ എന്താണ്? 35.33 എന്നാണ്. അപ്പൊ ഇതും തെറ്റാണ്. 10 അല്ല ആൻസർ, തെറ്റാണ്. ഇത് ചെക്ക് ചെയ്യുക. നോക്കിയത് എന്താണ്? ഞാൻ പറഞ്ഞു ഡിവിഷന് പകരം വരേണ്ടത് എന്താണ്? 8/10. ഡിവിഷന് പകരം പ്ലസ് വരും. അപ്പം ഇവിടെ 8 + 10 വരണം. മൈനസിന് പകരം എന്താ വരണ്ടേ? ഇൻറ്റു വരിക, × 3 ആണ് വരണ്ടേ. പ്ലസിന് പകരം ഡിവിഷൻ വരണം അല്ലേ. 5 ആണ്. ഇൻറ്റുവിന് പകരം എന്ത് വരണം? -6 വരണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നോക്കി ഞാൻ പറഞ്ഞു 3/5നെ എന്ത് ചെയ്യുക? അതുപോലെ വെക്കുക. 3/5നെ അതുപോലെ വെക്കുക. ഇനി എന്ത് ചെയ്യുക? നമുക്കറിയാം 8 - 6 അങ്ങനെ ചെയ്യുക. എത്രയാണ്? 2 ആണ് അല്ലേ. 8 - 6 എത്രയാണ്? 2 ആണ്. ഇനി എന്താ ചെയ്യുക? 2 + എന്താ വരുന്നത്? 10 × 3/5 എന്ന് വരും അല്ലേ. ഇത് എത്രയാണ് നോക്കി? 5ഉം 10ഉം വെട്ടുക, 2 ആണ്. 3 2 6 6 2 8. ഇത് ശരിയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. ഇതാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു സിംപ്ലിഫിക്കേഷൻ എല്ലാവർക്കും തരും. എല്ലാവർക്കും അല്ല ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ ഇത് പരിധിയിലൊക്കെ കിട്ടുന്ന സംഭവം ബോർഡ് മാസ് ചെയ്യാതെ മാത്രം ഇതിന് ആൻസർ ചെയ്യുന്നത് തെറ്റാണ് കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പിന്നെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ഉള്ള രീതിയിലേ പോകാവൂ. കാരണം ഡിവിഷന്റെ ടേംസ് ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി എഴുതുന്നത് തെറ്റിപ്പോകും മൊത്തം കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ അല്ലേ? ഇങ്ങനെ ക്വസ്റ്റൻ എനിക്കൊന്ന് കുറെ പ്രശ്നം ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ബ്രാക്കറ്റ് ഓപ്പൺ, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ഉള്ള രീതിയിൽ മാത്രമേ പോകാവൂ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. ഇതാണ് ക്വസ്റ്റൻ. ഒന്നുമില്ല, ഒരു സ്ഫിയർ അല്ലെങ്കിൽ ഒരു ഗോളത്തിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം ഡബിൾ ഇരട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സർഫസ് ഏരിയയിലെ പരപ്പളവിന് ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്. തെറ്റിക്കരുത്. ഇത് ചോദിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്. ഡയറക്റ്റ് എത്ര ടൈംസ് കൂടി നല്ല ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞിട്ടുള്ള ഒരു സ്ഫിയർ അല്ലെങ്കിൽ ഒരു ഗോളത്തിന്റെ റേഡിയസ് നമ്മൾ ഡബിൾ ചെയ്താൽ ആരം ഇരട്ടിച്ചാൽ ഡബിൾ ചെയ്താൽ എന്താണ് ഇതിന്റെ സർഫസ് ഏരിയ എത്ര ശതമാനം കൂടുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് ഇൻക്രീസിന്റെ കാര്യം മറന്നത്. പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ക്വസ്റ്റ്യൻ. എത്ര ടൈംസ് കൂടി എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. അപ്പോൾ ഓർത്തിരിക്കുക. ഇവിടെ അറിയേണ്ടത് ഇത് മെൻസുറേഷൻ ഒരു സെക്ഷൻ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്ക്വയർ തൊട്ട് തുടങ്ങി സ്ഫിയറും സിലിണ്ടറും തീരേണ്ട, കോണൊക്കെ വരുന്ന സെക്ഷനിൽ തീരേണ്ട സെക്ഷനാണ്
ഈ പറഞ്ഞിട്ടുള്ള മെൻസുറേഷൻ എന്നുള്ള സെക്ഷൻ. അതിന് കുറെ ഇക്വേഷൻസേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നോക്കി നമുക്ക് അറിയേണ്ട കേസ് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ. ഈ പറഞ്ഞ സ്ഫിയറിന് ആകെ രണ്ട് ഇക്വേഷൻ ഉള്ളൂ. ഒന്ന് ഈ പറഞ്ഞ വോളിയത്തിന്റെ ഇക്വേഷൻ V = എന്താണ്, സ്ഫിയറിന്റെ വോളിയം 4/3 πr³ ആണ് അല്ലേ. സ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ 4/3 πr³ ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ സർഫസ് ഏരിയയുടെ കേസാണ്. സ്ഫിയറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, 4πr² ആണ് കേട്ടോ. 4πr² ആണ് എന്ത്, സ്ഫിയറിന്റെ സർഫസ് ഏരിയ. തെറ്റിക്കരുത്, സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, 4πr² ആണ്. ഇനി നോക്കി നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ റേഡിയസ്, ഇതാണ് റേഡിയസ്, ഇതാണ് ആരം കേട്ടോ. ആ റേഡിയസ് ഇവർ ഡബിൾ ചെയ്ത് അപ്പൊ എന്ത് പറ്റും, നമുക്കിത് ഇക്വേഷൻ 1 ജസ്റ്റ് എഴുതാം. ഇതായിരുന്നു ഇനീഷ്യൽ ആയിട്ടുള്ള സർഫസ് ഏരിയയുടെ വാല്യൂ. ഈ രണ്ടാമത്തെ കേസ് വന്നപ്പോൾ എന്ത് പറ്റി, ഈ പറഞ്ഞിട്ടുള്ള ആറിന് പകരം 2r, നമ്മൾ പറഞ്ഞു ഡബിൾ എന്നാണ് പറഞ്ഞത്. അപ്പം ആറിന്റെ വാല്യൂ 2r ആകും. തെറ്റിക്കരുത്, ട്രിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ 3r ആകും. ഇതിനിടെ സ്ക്വയർ വെച്ച് തെറ്റിപ്പോകും. ഇവിടെ ഒരാൾ പറയുന്നത് ഡബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സംഭവം 2 ടൈംസ് സംതിങ് ആകുന്നതാണ്. അപ്പോൾ അതിലേക്ക് ആറിന്റെ വാല്യൂ എന്തായി, 2r ആയി അല്ലേ. അപ്പൊ ഈ ന്യൂ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ വരുന്നത്, സർഫസ് ഏരിയ = 4π, ആറിന് പകരം എന്താ വരുന്നത്, 2r² എന്ന് വരും അല്ലേ. മനസ്സിലായി, ആറിന് പകരം 2r കൊടുക്കും. അപ്പൊ എന്ത് പറ്റും, ഇവിടുന്ന് 4π × എന്താ വരുന്നത്, ഇവിടെ 4r² എന്ന് വരും അല്ലേ. 2² 4 ആണ്, 4r². അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്താണ്, 16 πr² എന്നാണ് രണ്ടാമത്തെ സർഫസ് ഏരിയ. 16 πr² എന്നാണ് രണ്ടാമത്തെ സർഫസ് ഏരിയ. മനസ്സിലായോ, ക്ലിയർ അല്ലേ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ, പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ നല്ല ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇവിടെ എത്രയാണ് സർഫസ് ഏരിയ കൂടി നമുക്ക് പറയാം. ഇനീഷ്യൽ സർഫസ് ഏരിയ 4πr² ആയിരുന്നു. ഇപ്പോഴത്തെ സർഫസ് ഏരിയ എത്രയാണ്, 16 πr² ആണ്. ഇപ്പോൾ എത്ര ഇൻക്രീസ് വന്നേ, 4ന് 12 കൂടി അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഡിഫറൻസ് എത്രയാണ് ഇതിനകത്ത് വന്ന ഡിഫറൻസ് എടുത്തത്. അപ്പൊ എന്താണ് സർഫസ് ഏരിയയിൽ വന്ന ഡിഫറൻസ് എത്രയാണ്, ഒന്നുമില്ല, പുതിയ സർഫസ് ഏരിയ പഴയ സർഫസ് ഏരിയ കുറയ്ക്കുക. അപ്പൊ ഡിഫറൻസ് എത്ര വരുന്നത്, 16 πr² - 4 πr² എന്ത് വരും, 12 πr² ആണ് എന്ത്, ഈ പറഞ്ഞിട്ടുള്ള സർഫസ് ഏരിയയിൽ വന്ന ഡിഫറൻസ്. ക്ലിയർ അല്ലേ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല, ഇത്രയാണ് സംഭവം നോക്കിയിരിക്കുക. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സംതിങ് എന്ന് പറയുമ്പോൾ എത്രയാണ് ചേഞ്ച് ആയത് ഡിവൈഡ് ബൈ എന്താണ് അതിന്റെ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100 ആണ്. അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇവിടെ ചേഞ്ച് ആയത് എത്രയാണ്, 12 πr² ആണ് അല്ലേ. 12 πr² ആയിരുന്നു. ഡിവൈഡ് ബൈ ഇനീഷ്യൽ സർഫസ് ഏരിയ എത്രയാണ്, 4 πr² ആണ് അല്ലേ. അതേ ഇൻറ്റു 100 ഇതിന് ആൻസർ എത്ര വരുന്നത്, ഇത് ക്യാൻസൽ ആയിപ്പോയി, ഇത് ക്യാൻസൽ ആയിപ്പോയി, 4ഉം 12 കൂടെ പറ്റിയാൽ 3 വരും. ഇവിടെ 300 എന്നാണ് വരുന്നത് അല്ലേ. 300 എന്നാണ് വരുന്നത് നോക്കി. അപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ നോക്കിയാൽ 300% ആണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് റേഡിയസ് ഡബിൾ ചെയ്താൽ സർഫസ് ഏരിയ 300% ആണ് ഇൻക്രീസ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാൻ, തെറ്റിക്കരുത്. ഇതേ ക്വസ്റ്റ്യൻ എന്താണ് ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് ചോദിച്ചില്ലാതെങ്കിൽ എന്തോ ചെയ്തത്, ഒന്നുമില്ല, പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ല ചോദിച്ചാൽ എത്ര ടൈംസ് കൂടുതൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു. നമുക്കറിയാം ഇവിടെ എന്താ വന്നേ, 4π × 4r² എന്നല്ല പറയാം. 4πr² എന്ത് തന്നെയാണ്, ഈ സർഫസ് ഏരിയ തന്നെയാണ് അല്ലേ. അപ്പൊ എന്തൊക്കെ എഴുതാം, സർഫസ് ഏരിയയുടെ കൂടെ എത്ര കൂടി നോക്കിയേ, എന്താ കൂടിയത് ഇവിടെ, ഒരു 4 ആണല്ലേ. അപ്പൊ ഇവിടെ നിന്ന് പറയുമ്പോൾ 4 ടൈംസ് ആണ് സർഫസ് ഏരിയ കൂടിയെന്ന് പറയാം. പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ല, 4 ടൈംസ് ആണ് സർഫസ് ഏരിയ കൂടിയത്. പെർസെൻറ്റേജ് ഇൻക്രീസ് എങ്ങനെ പിടിക്കുക, നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞിട്ടുള്ള ഇനീഷ്യൽ ആയിട്ടുള്ള സർഫസ് ഏരിയയും ഇപ്പോൾ ഉള്ള സർഫസ് നമ്മൾ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസിന്റെയും ഇനീഷ്യൽ സർഫസ് ഏരിയയുടെ റേഷ്യോ എടുത്തിട്ട് 100 മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് പെർസെൻറ്റേജ്. തെറ്റിക്കരുത്, ഞാൻ ഒന്നുകൂടെ പറയാം. ഈ പറഞ്ഞ ഡിഫറൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിപ്പോകും. അതുകൊണ്ട് ഓർത്തിരിക്കുക, എപ്പോഴും പെർസെൻറ്റേജ് ഇൻക്രീസ് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്, ഇതേ സംഭവം എന്ത് ചെയ്യുക, ഡിഫറൻസ് എടുത്തിട്ട് ചെയ്യുക. ഇത് സർഫസ് ഏരിയയുടെ കേസ്, ഞാൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ പറഞ്ഞിട്ടുള്ള സ്ഫിയറിന്റെ റേഡിയസ് നമ്മൾ ഡബിൾ ചെയ്താൽ ഇതിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തത്തിൽ എന്ത് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് വരുന്നതാണ് ക്വസ്റ്റ്യൻ. അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്താണ് ഇതേ റേഡിയസ് നമ്മൾ ഡബിൾ ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയത്തിനുണ്ടാകുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തോ ചെയ്യും, ഇതേ സെയിം നമ്മൾ എന്ത് പറഞ്ഞു, വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്, 4/3 πr³ ആണല്ലേ. ഇതാണ് ഇനീഷ്യൽ വോളിയത്തിന്റെ ഇക്വേഷൻ. ഞാൻ 1 കൊടുക്കുകയാണ്. ഇനി ഇവ എന്ത് ചെയ്യുന്ന പറഞ്ഞേ, വോളിയം റേഡിയസ് ഡബിൾ ചെയ്തല്ല. അപ്പൊ എന്ത് പറ്റും, V = 4/3 π × r പകരം 2r³ എന്ന് കൊടുക്കുക. മനസ്സിലായോ. അപ്പൊ എന്ത് പറ്റും, ഇവിടുന്ന് 4/3 ×
പൈ ഇൻറ്റു എത്ര വരുന്നത് 2 ക്യൂബ് എത്രയാണ് 2 ക്യൂബ് എത്രയാണ് 8 ആണ് 8 ഇൻറ്റു ആർ ക്യൂബ് എന്ന് വരും അല്ലേ. അപ്പൊ ഈ പറഞ്ഞതാണ് എന്ത് രണ്ടാമത്തെ കേസിലുള്ള വോളിയം. ഒന്നുമില്ല, എന്നാലും 32 എത്ര വരുന്നത് ഇത് ഞാൻ ഇവിടെ എഴുതുകയാണേ നോക്കി 32/3 ഇൻറ്റു പൈ ആർ ക്യൂബ് എന്ന് വരും. ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സർഫസ് വോളിയത്തിന്റെ ഇക്വേഷൻ. ഇത് ഒന്നാമത്തെ വോളിയമാണ്, ഇത് രണ്ടാമത്തെ വോളിയത്തിന്റെ ഇക്വേഷൻ ആണ്. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ വന്നിട്ടുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ വോളിയം ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തോ ചെയ്യണം, ഈ പറഞ്ഞ വോളിയത്തിന് വന്ന ചേഞ്ച് എഴുതുക. ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്, ജസ്റ്റ് എഴുതാം. ചേഞ്ച് ഇൻ വോളിയം എത്രയാണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള 32/3 പൈ ആർ ക്യൂബ് മൈനസ് 4/3 പൈ ആർ ക്യൂബ് ആണല്ലേ. ഇതാണ് ഇതിനകത്തുനിന്നാണ് ചേഞ്ച്. 32 4 പോയ എത്രയാണ് 28 അല്ലേ. അപ്പൊ 28/3 പൈ ആർ ക്യൂബ് ആണ്. ഇവിടെ വന്ന വോളിയത്തിന്റെ ചേഞ്ച് എത്രയാണ് 28/3 പൈ ആർ ക്യൂബ് ആണ് ഇവിടെ വന്ന വോളിയത്തിന്റെ ചേഞ്ച്. ഇനി എന്താണ് ഈ പറഞ്ഞ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ വോളിയം എന്നാണല്ലോ. അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ കിട്ടിയ ചേഞ്ച് ഇൻ വോളിയം അതേ ഡിവൈഡ് ബൈ എന്ത് ചെയ്യും ഇനീഷ്യൽ വോളിയം ചെയ്യും. ഒന്നുമില്ല, ഈ പറഞ്ഞ ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ 3 നമ്മൾ എന്ത് ചെയ്യാം ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ആൻസർ കിട്ടും. ഒന്നുമില്ല, എത്രയാണ് 28/3 പൈ ആർ ക്യൂബ് ഡിവൈഡ് ബൈ എന്താണ് 4/3 പൈ ആർ ക്യൂബ് എന്നുള്ളതാണ് ഇതിന് ആൻസർ. ഒന്നുമില്ല, ഇൻറ്റു 100 ചെയ്യുക, പെർസെൻറ്റേജ് ഇൻക്രീസ് ആയതുകൊണ്ട് ഇത് വെട്ടിക്കളയ 3 പോവും. 28/4 എത്രയാണ് 7 4 28 അല്ലേ. അപ്പൊ എന്താണ് 700 അല്ലേ. 700% ആണ് ഇവിടെ ഇൻക്രീസ് ആകുന്ന വോളിയം. മനസ്സിലായോ ഇങ്ങനെയാ ചെയ്യുന്നത്, മറന്നു പോയത്. ഇപ്പൊ ഇത് സ്ഫിയറിന്റെ കേസാണ്. ഇതുപോലെ ഏത് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മളീ പറഞ്ഞ സിലിണ്ടറോ അല്ലെങ്കിൽ കോണോ വെച്ചാൽ സെയിം പ്രൊസീജിയർ സെയിം തന്നെയാണ്. മറന്നുപോയത് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണെങ്കിൽ എന്തുമാത്രം ചേഞ്ച് വന്നു എന്ന് കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഇനീഷ്യൽ വാല്യൂ ഡിവൈഡ് ചെയ്യാവൂ കേട്ടോ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് ഇൻക്രീസിന്റെ ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു സമപാർശ്വ ത്രികോണം വെച്ചാൽ എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ ആയിട്ട് എന്താണ് ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ക്വസ്റ്റ്യൻ ആണ്. സമപാർശ്വം എന്ന് പറഞ്ഞാൽ ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ സമപാർശ്വ ത്രികോണത്തിന് ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ട്രയാങ്കിളിനകത്തുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള സമപാർശ്വം അല്ലെങ്കിൽ ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ പാദത്തിന്റെ എന്താണ് പാദം എത്രയാണ് ബേസിന്റെ ലെങ്ത് വന്നിട്ടുണ്ട് എത്രയാണ് 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഈക്വൽ സൈഡിന്റെ ലെങ്ത് എത്രയാണ് പറഞ്ഞിട്ടുണ്ട് 6 സെന്റിമീറ്റർ ഈച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്നൊരു സംഭവം ഉണ്ട്. അതുപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നൊരു സംഭവം എന്താണ്, അതാണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സൈഡും 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണെന്ന് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ സമപാർശ്വം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിളിലെ കേസിൽ എന്താ പറ്റുന്നത്, 2 സൈഡ് ഈക്വൽ ആയിരിക്കും. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള ഈ 2 സൈഡ് ഇത് എയും എയും ആണെന്നുണ്ടെങ്കിൽ അൺഈക്വൽ ആയിട്ട് വരുന്ന സൈഡാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 ആംഗിൾ എന്തായിട്ട് വരും, ഞങ്ങൾക്ക് വരച്ചതിനകത്തുള്ള ഇതാണ്. അപ്പൊ നോക്കി സമപാർശ്വം അല്ലെങ്കിൽ ഐസോസിലസ് ആണെങ്കിൽ എന്താണ്, അതിന്റെ 2 സൈഡും 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും നോത്തിരിക്കുക. അതാണ് ഈ പറഞ്ഞ ഐസോസിലസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. അതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ബേസിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതാണ് ബേസിന്റെ വാല്യൂ എത്രയാണ് 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഈ 2 ഈക്വൽ സൈഡ്സിന്റെ ലെങ്ത് എത്രയാണ് 6 സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്, ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കോളെ, ഈ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് കേട്ടോ. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ആണെന്ന് ഓർത്തിരിക്കുക, തെറ്റിക്കരുത്. ഏരിയ ആണ് മലയാളത്തിൽ പരപ്പളവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി എന്താണ് ഏരിയ ഓഫ് ഇത് ഈ ഐസോസിലസ് ട്രയാങ്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കി ഇതിന്റെ ആൻസർ എന്താണ്, നമുക്കറിയാം ഏരിയ ഓഫ് എ ട്രയാങ്കിൾ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ എന്താണ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്, ഒത്തിരി നമുക്കറിയാം ½ b × h എന്നാണ് ട്രയാങ്കിളിന്റെ ജനറലൈസ് ചെയ്തിട്ടുള്ള ഏരിയയുടെ ഇക്വേഷൻ. എന്താണ് a = ½ b × h ആണ്. ഇവിടെ b എന്ന് പറയുമ്പോഴത്തേക്കും ഈ ബേസിന്റെ ലെങ്ത് അല്ലെങ്കിൽ പാദത്തിന്റെ നീളമാണ്. h എന്ന് പറയുമ്പോൾ ഈ വരുന്ന ഹൈറ്റ് ആണ് കേട്ടോ. ഇതാണ് h എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ½ b × h ചെയ്താൽ എന്തോ കിട്ടും, ഇതിനകത്തുനിന്ന് ഇതിന്റെ ഏരിയ കിട്ടും. അപ്പൊ നമ്മളതിൽ എന്തോ ഉണ്ട് നോക്കി, ½ b യുടെ വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണുണ്ട്. h കയ്യിലില്ലേ, h ഞാൻ പറഞ്ഞു ഈ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക്
ബേസിക് തൊട്ടായിട്ട് ഞാൻ പറയുന്നത്. കാരണം ഈ പറഞ്ഞ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ അറിയാത്തവർക്കും കൂടി ചേർത്തിട്ടായി ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇവിടുന്ന് എച്ച് ഞാൻ കിട്ടുന്ന നോക്കി, എച്ച് എങ്ങനെ പിടിക്കുന്നു നോക്കി, ഇവിടുന്ന് ഇതാണ് എയുടെ വാല്യൂ. നമ്മളിൽ ബേസിന്റെ വാല്യൂ എന്തുകൊണ്ട് എത്രയാണ്? ബേസിന്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കിന് 4 സെന്റിമീറ്റർ ആയിരുന്നു അല്ലേ. നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കുമ്പോൾ ഇതിന്റെ പകുതി എടുക്കുമ്പോൾ ഈ ബേസിന്റെ ലെങ്ത് എത്ര ആയിരുന്നു? 2 സെന്റിമീറ്റർ ആണ്. എയുടെ വാല്യൂ എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പൊ നമുക്ക് വേണ്ടത് എച്ചിന്റെ വാല്യൂ ആണ്. നമുക്കറിയാം എന്താണ് പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്നാണ്. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നാണ്. ഇവിടുന്ന് അപ്പം എച്ചിന്റെ വാല്യൂ എത്ര കിട്ടും? നമുക്കറിയാം എച്ച് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത് അവിടുന്ന്. നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞിട്ടുള്ള റൂട്ട് ഓഫ് 6 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്നാണല്ലോ. എങ്ങനെ മനസ്സിലായല്ലോ. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ബേസ് സ്ക്വയർ പ്ലസ് എച്ചിന്റെ സ്ക്വയറിന്റെ വാല്യൂ ആണ് ഇവിടെ കിട്ടുന്ന എയുടെ സ്ക്വയർ എന്നുള്ള വാല്യൂ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് പൈതഗോറസ് തിയറം നേരെ തിരിച്ചിട്ടാൽ എന്ത് കിട്ടും? എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. 6 സ്ക്വയർ എത്രയാണ്? നമുക്കറിയാം റൂട്ട് 36 മൈനസ് 4 റൂട്ട് 32 ആണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള എച്ചിന്റെ വാല്യൂ. എത്രയാണ്? റൂട്ട് 32 ആണ് എന്തിന്റെ വാല്യൂ? എച്ചിന്റെ വാല്യൂ. ഈ പറഞ്ഞിട്ടുള്ള എച്ചിന്റെ വാല്യൂ എടുത്ത് എവിടെ കൊടുക്കുക? എയിൽ കൊടുക്കുക. അപ്പൊ എത്ര കിട്ടും? എ ഇസ് ഈക്വൽ ടു ഹാഫ് ബേസിന്റെ വാല്യൂ എത്രയാണ്? 4 ഇൻറ്റു റൂട്ട് 32. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം ഓപ്ഷനകത്ത് റൂട്ട് ഇട്ട് തന്നെയാണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പൊ നോക്കി, നിങ്ങൾ ജസ്റ്റ് വെട്ടിക്കളയാൻ എന്ത് കിട്ടില്ല, ഇത് കിട്ടത്തില്ല എന്നുള്ള ആൻസർ. അത് നോക്കി, ഹാഫ് 4 ഇൻറ്റു 32 എങ്ങനെ എഴുതാം? റൂട്ട് 32 എങ്ങനെ എഴുതാം? അറിയാം 16 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ. റൂട്ട് 32 എങ്ങനെ എഴുതാം? 16 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ എന്തോ വരുന്ന നോക്കി, എ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു റൂട്ട് 16 എത്രയാണ്? എങ്ങനെയാണ് വരുന്നത്? റൂട്ട് 16 ഇൻറ്റു 2 എന്ന് എന്ത്? റൂട്ട് 16 എത്രയാണ്? 4 ആണല്ലേ. അപ്പൊ എന്ത് വരും? അതിന് 4 റൂട്ട് 2 എന്ന് വരും. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യുക, 2 ക്യാൻസൽ ആയി. അതിന്റെ ആൻസർ എത്രയാണ്? 8 റൂട്ട് 2 സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് ആൻസർ. ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞില്ലേ, നോക്കി, നമ്മൾ പറഞ്ഞു ഇവിടെ ക്വസ്റ്റ്യനിലുള്ളത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. സമപാർശ്വ ത്രികോണം എന്നാണ്. എനിക്ക് മലയാളം കറക്റ്റ് തെറ്റും പറയും, ഓർത്തിരിക്കുക. സമപാർശ്വ ത്രികോണത്തിന്റെ പാദത്തിന്റെ നീളം 4 സെന്റിമീറ്ററും അതിന്റെ ഈക്വൽ സൈഡ്സിന്റെ നീളം 6 സെന്റിമീറ്ററും ആയാൽ അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദിസ് ഐസോസിലസ് ട്രയാങ്കിൾ എന്നാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ ഐസോസിലസ് ട്രയാങ്കിൾ നമ്മൾ ജനറലി ഏത് ട്രയാങ്കിൾ എടുത്താലും ജനറലൈസ്ഡ് ആയിട്ടുള്ള ഏത് ഇക്വേഷൻ എന്താണ് നമുക്കറിയാം. ഈ പറഞ്ഞിട്ടുള്ള ഹാഫ് ബി എച്ച് എന്നുള്ള ഇക്വേഷൻ ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കണം, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ലാൻഡ് ഹൈറ്റ് അല്ല, ഈ പറഞ്ഞിട്ടുള്ള പാദത്തിൽ നിന്ന് വെച്ചാൽ ബേസിൽ നിന്ന് ഈ വരുന്ന ഏതെങ്കിലും ഒരു സെക്ഷനിലോട്ട് വരയ്ക്കുന്ന വരയാണ് ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിവിടെ എന്ത് തന്നിട്ട് നമുക്ക് ബേസിന്റെ ലെങ്ത് അറിയാം എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ് അല്ലേ. നമുക്കിവിടെ എച്ച് കണ്ടുപിടിക്കും. എച്ച് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? പൈതഗോറസ് വെച്ചിട്ട് എച്ചിന്റെ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം? എച്ച് ഇസ് ഈക്വൽ ടു എന്തോ ഇവിടുന്ന് അണ്ടർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ഈ ബേസിന്റെ പകുതിയുടെ സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് റൂട്ട് 36 മൈനസ് 4 റൂട്ട് 32 എന്ന് വരും. ഇനി ഞാൻ ഇവിടെ ഈ റൂട്ട് 32 എന്ന് എഴുതാൻ കാരണം ഈ റൂട്ട് 32 സ്പ്ലിറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ കീഴിലുള്ള ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 32നെ സ്പ്ലിറ്റ് ചെയ്ത് 16 ഇൻറ്റു 2 ഇതൊക്കെ ചെയ്യാൻ അറിയാലോ അല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു എന്താ വെച്ചാൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇതിനെ ഉൾപ്പെടുത്താൻ ഒക്കാത്ത ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്പറിനെ ഏതെങ്കിലും പെർഫെക്റ്റ് സ്ക്വയറിന്റെ എന്താണ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ നോക്കും. എന്നിട്ട് ആ പറഞ്ഞ പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ട് എടുത്തിട്ട് വെളി എഴുതാം. അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ റൂട്ട് ഓഫ് 16 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടുന്ന് 16 റൂട്ട് 4 ആണ്. അപ്പൊ ഇതിനകത്ത് 4 റൂട്ട് വരും. ഇതിന്റെ ആൻസർ എത്രയാണ്? 8 റൂട്ട് 2 സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ളതാണ്. ഇതെന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഓർത്തിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? സമപാർശ്വ ത്രികോണത്തിന്റെ ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. എന്താണ്? ഐസോസിലസ് ട്രയാങ്കിളിന്റെ ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനിയും ഇതേ സംഭവം തന്നെ ഇത് ഏരിയയുടെ ഇക്വേഷൻ ആണെന്ന് നമ്മൾ ഈ പറഞ്ഞ ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതേ സംഭവം ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ് ഇതിന്റെ? നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡിന്റെയും കൂടെ ലെങ്ത് ആഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവിന്റെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം 2a പ്ലസ് ബി എന്നാണ് അല്ലേ. 2a പ്ലസ് ബി എന്നായിരിക്കും എന്ത് ഈ പറഞ്ഞിട്ടുള്ള ഐസോസിലസ് ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയുമായിരുന്നു ആ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇത്രയാണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക്
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പറയുമ്പോഴത്തേക്കിന് ഞാൻ ഈ എന്താണ് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് പോകത്തിരിക്കുക. ഇത് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക് യു സോ മച്ച്.